രാജേന്ദ്ര അലേക്കർ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ ഭാഗമായി സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നതിന് വേണ്ടി എത്തുകയും ചെയ്തിട്ടുണ്ട്. ചടങ്ങ് അവിടെ ആരംഭിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കാണുന്നത്. വി വിനോദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനോദ്, തമിഴകത്ത് ചരിത്രം രചിക്കുന്നു വിജയ്. 4 തവണ ഗവർണറെ കണ്ട് 4ാം തവണ ഗവർണർ മന്ത്രിസഭാ രൂപീകരണത്തിന് അനുമതി നൽകുന്നു. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. നിരവധി സിനിമകളിൽ രാഷ്ട്രീയ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള, തമിഴ്നാടിനെ നയിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള സിനിമാ വേഷങ്ങളിൽ വിജയ് തകർത്താടിയിട്ടുണ്ട്. ഇനി അറിയേണ്ടത് വിജയ് യഥാർത്ഥത്തിൽ തമിഴകത്തിൻ്റെ നായകനാകുമ്പോൾ ആ സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമോ എന്നതാണ്. അതിന് പറ്റുന്നുവെങ്കിൽ അതിൻ്റെ തുടക്കമായി ഇപ്പോൾ ഇതാ അദ്ദേഹം ചുമതലയേൽക്കുകയാണ്, അല്ലെങ്കിൽ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. വിനോദ്, അഭിലാഷ്, തമിഴ്നാട്ടിൽ ഇനി ദളപതി യുഗമാണ്. അല്പസമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കും. ഗവർണർ ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി സൂപ്പർ താരം വിജയ് ഇതാ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. നമുക്കറിയാം, DMK ADMK കക്ഷികൾ കാലങ്ങളായി മാറി മാറി ഭരിച്ച നാട്, ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ മണ്ണ്. ആ മണ്ണിലാണ് മറ്റൊരു ദ്രാവിഡ പാർട്ടിയായി തന്നെ തമിഴ്നാട് വെട്രിക്കഴകം എന്ന പേരിലെ ആ രാഷ്ട്രീയ കക്ഷിയുമായി 2 വർഷം മാത്രം പ്രായമുള്ള ഒരു രാഷ്ട്രീയ കക്ഷിയുമായി അധികാര രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുകയാണ് വിജയ്. അത് വലിയ മാറ്റങ്ങൾ തമിഴ്നാട്ടിൽ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഒരു ജനകീയ സർക്കാരായി ആദ്യം തന്നെ പ്രതിച്ഛായ ഉയർത്തുക എന്ന വലിയ വെല്ലുവിളിയാണ് വിജയ്ക്ക് മുന്നിലുള്ളത്. വിജയ്ക്കൊപ്പം ആദ്യം ഇന്നിപ്പോൾ 9 പേർ കൂടി മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. ഭൂരിപക്ഷം തികയ്ക്കുന്നതിനുള്ള വെല്ലുവിളി ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ പിന്തുണ, അതോടൊപ്പം തന്നെ CPM, CPI, മുസ്ലിം ലീഗ്, VCK എന്നീ കക്ഷികളുടെ പിന്തുണ, ഈ 2 MLA-മാർ വീതമാണ് ഇവർക്കുള്ളത്. 5 MLA-മാരാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിന് 2 മന്ത്രിസ്ഥാനം നൽകുമെന്ന കാര്യം ഇതിനകം തന്നെ TVK വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റ് കക്ഷികളൊന്നും തന്നെ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല. അവർ പുറത്തുനിന്ന് പിന്തുണയ്ക്കാനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തമിഴ്നാട്ടിൽ നിറഞ്ഞു നിന്നത്. കാരണം ഗവർണറെ 4 തവണ കണ്ടിട്ടും ഗവർണർ സർക്കാർ രൂപീകരിക്കാനുള്ള അനുമതി നൽകിയിരുന്നില്ല. കാരണം ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ ക്ഷണിക്കണം എന്ന ആവശ്യമായിരുന്നു TVK മുന്നോട്ട് വെച്ചത്. അവിടെ കോൺഗ്രസിൻ്റെ MLA-മാരുടെ പിന്തുണ കത്തുകൂടി അതിനൊപ്പം വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സഖ്യ സർക്കാർ എന്ന ഒരു പ്രതീതി ഉണ്ടായി, സഖ്യ മുന്നണി എന്ന ഒരു സംഗതി വന്നു. അതുകൊണ്ട് തന്നെ ഇനി ഭൂരിപക്ഷം തെളിയിച്ച മാത്രമേ, അത് ഫ്ലോർ ടെസ്റ്റിൽ പോരാ, അതിന് മുൻപ് തന്നെ ഭൂരിപക്ഷം തെളിയിക്കണമെന്ന നിലപാടിലേക്ക് ഗവർണർ പോവുകയായിരുന്നു. DMK-യുടെ ഒരു സാഹചര്യം കൂടി നമ്മൾ കാണണം. തുടർ ഭരണം പ്രതീക്ഷിച്ച ഒരു പാർട്ടിയാണ്. അവരുടെ മുഖ്യമന്ത്രി തന്നെ കുളത്തൂരിൽ തോറ്റ് വലിയ പരാജയം ഏറ്റുവാങ്ങി ചിത്രത്തിൽ പോലും ഇല്ലാതാകുന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള കണക്കുകൂട്ടലുകൾ, വിജയകാന്തിൻ്റെ പാർട്ടി അത് DMK-യുമായി ചേരുന്നു. പനീർസെൽവം, അദ്ദേഹം തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രിയാണ്. ADMK-യിലെ തർക്കത്തെ തുടർന്ന് അദ്ദേഹം DMK-യുമായി ചേരുന്നു. അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്ന വിലയിരുത്തൽ, പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ DMK-ക്കൊപ്പം ചേരുന്നു. എന്തുകൊണ്ടും വളരെ എളുപ്പത്തിൽ DMK വീണ്ടും സർക്കാർ രൂപീകരിക്കുമെന്ന ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെട്ടിടത്തു നിന്നാണ് ഇപ്പോൾ ഇതാ വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നത്. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തമിഴ്നാട് ചലച്ചിത്ര രംഗത്ത് നിന്ന്, തമിഴ് സിനിമാ രംഗത്ത് നിന്ന് MGR, ജയലളിത, ഈ 2 പേർ വരുന്നുണ്ട്. ഇവരുടെ വ്യക്തിപരമായ സൗഹൃദവും ബന്ധവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനുശേഷം രജനീകാന്തിൻ്റെ പേര് പറഞ്ഞു കേട്ടു. കമലഹാസൻ മക്കൾ നീതി മയ്യം എന്ന പാർട്ടി രൂപീകരിക്കുന്നു. ശരത് കുമാർ, നെപ്പോളിയൻ, അങ്ങനെ പ്രധാനപ്പെട്ടതും അല്ലാത്തതുമായ താരങ്ങൾ പലരും ഈ രാഷ്ട്രീയത്തിൽ പരീക്ഷണങ്ങൾ നടത്തി. അവരെല്ലാം പരാജയപ്പെട്ടു. നടൻ അജിത്ത് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്നുള്ള വാർത്തകളുണ്ടായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി മാറുമെന്നുള്ള വിവരമുണ്ടായിരുന്നു. തല എന്നറിയപ്പെടുന്ന അജിത്തും തമിഴ്നാട്ടിൽ വലിയ ജനസ്വാധീനമുള്ള നടനാണ്. പക്ഷേ അദ്ദേഹത്തിനും അങ്ങനെ രാഷ്ട്രീയ പ്രവേശനം നടത്താൻ കഴിഞ്ഞില്ല. രജനീകാന്ത് DMK-യുടെ ഒരു സുഹൃത്തായി നിന്നു. അദ്ദേഹം പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരുന്നില്ല. ഏതായിരുന്നാലും ഇവർക്കൊന്നും തന്നെ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞില്ല. അവിടെയാണ് വളരെ സാധുവായ, സാത്വികനായ, വളരെ പതിയെ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു വിജയ് പെട്ടെന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു. അദ്ദേഹം 2 വർഷം കഴിയുമ്പോഴേക്കും മുഖ്യമന്ത്രി. തീർച്ചയായും ഒരുപക്ഷെ സിനിമയെ പോലെ തന്നെ പല സിനിമാ കഥാപാത്രങ്ങൾ വിജയിനെ പരിശോധിച്ചാൽ അത് തന്നെയായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളത്. പതിയെ വന്ന് പിന്നീട് നായകവേഷത്തിൽ തിയേറ്ററുകളെ ഇപ്പോൾ ഇതാ
തമിഴ്നാട്ടിന്റെ മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയിരിക്കുന്നു. വലിയ ആരവം ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇതാ CV അനുമോദ് ഇളകി മറിയുന്നുണ്ട്. ഒരു വിജയുടെ സൂപ്പർ ഹിറ്റ് ചിത്രം റിലീസ് ചെയ്യുന്നത് പോലെ തിയേറ്ററുകളിൽ കാണുന്നത് പോലെയുള്ള വലിയ ആളാരവമാണല്ലോ അവിടെയുള്ളത്. തമിഴ്നാട് முதலமைச்சராக பதவியேற்க உள்ள திரு சி ஜோசப் விஜய் அவர்களை வருக வருக என்று வரவேற்கின்றோம். We extend a hearty welcome to the honorable leader of the opposition. We extend a hearty welcome to the honorable Chief Minister designate Thiru C Joseph Vijay. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.